63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് വർണ്ണാഭമായ കൊടിയിറക്കം. ശക്തമായ പോരാട്ടത്തിനൊടുവിൽ 1008 പോയിന്റുകളുമായി തൃശൂർ കപ്പുയർത്തി. 2-3 സ്ഥാനം പാലക്കാടും കണ്ണൂരും യഥാക്രമം സ്വന്തമാക്കി. സംഘടനാ പാഠവും കൃത്യമായ ആസൂത്രണവും കലോത്സവം വൻ വിജയമാക്കിയെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഒന്നാമതെത്തിയ ജില്ലയ്ക്കും സ്കൂളിനുമുള്ള 24ന്റെ ചാമ്പ്യൻസ് ട്രോഫി റവന്യൂ മന്ത്രി കെ രാജൻ 24ന്റെ പവലിയനിൽ വെച്ച് സമ്മാനിച്ചു. തുടക്കം മുതൽ തന്നെ തൃശൂരും പാലക്കാടും കണ്ണൂരും തമ്മിൽ വാശിയേറിയ പോരാട്ടം. ഒടുവിൽ 1 പോയിന്റിന്റെ വ്യത്യാസത്തിൽ 4 നൂറ്റാണ്ടിന് ശേഷം വടക്കുംനാഥന്റെ മണ്ണിലേക്ക് സ്വർണ്ണക്കപ്പ്. രണ്ടാമതെത്തിയ പാലക്കാടിന് 1007 പോയിന്റ്. കേരള സ്കൂൾ കലോത്സവം 2024-25 ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ ജില്ല 1008 പോയിന്റുമായി തൃശൂർ. പാലക്കാട് ആലത്തൂർ BMS ഗുരുകുലം സ്കൂളാണ് ഒന്നാം സ്ഥാനത്ത്. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയും പ്രതിപക്ഷ നേതാവ് VD സതീശനും ചലച്ചിത്ര താരങ്ങളായ ടൊവിനോ തോമസും ആസിഫ് അലിയും വിജയികൾക്കുള്ള ട്രോഫി സമ്മാനിച്ചു. മത്സരങ്ങൾ കൃത്യസമയത്ത് തന്നെ നടന്നു. പരാതികളും കുറവ്. വെല്ലുവിളികൾ മറികടന്ന് കലോത്സവം ഗംഭീരമാക്കിയതിന് പ്രതിപക്ഷ നേതാവിന്റെ പ്രശംസ. ഈ യുവജനോത്സവം പരാതികളില്ലാതെ ഭംഗിയായി തീർക്കാൻ കഴിഞ്ഞതിന് ഞാൻ ബഹുമാന്യനായ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ ശിവൻകുട്ടിയെയും ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച മുഴുവൻ പേരെയും പ്രത്യേകമായി അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമതെത്തിയ ജില്ലയ്ക്കും സ്കൂളിനുമുള്ള 24 ചാമ്പ്യൻസ് ട്രോഫി റവന്യൂ മന്ത്രി കെ രാജൻ സമ്മാനിച്ചു. സ്പീക്കർ AN ഷംസീർ, ജനപ്രതിനിധികൾ, ഉന്നത ഉദ്യോഗസ്ഥർ. പ്രൗഢഗംഭീരമായിരുന്നു വേദിയും സദസ്സും. വേറൊരു പ്രൊഫഷണൽ ലൈഫിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ കലയെ നിങ്ങൾ കൈവിട്ടു പോകാതെ ജീവിതകാലം മുഴുവൻ ആ കല നിങ്ങളോടൊപ്പം ഉണ്ടാവണമെന്നും ആ കലയാൽ നിങ്ങൾ ലോകം മുഴുവൻ അറിയപ്പെടണമെന്നും ഞാൻ ആശംസിക്കുന്നു. ജീവിതകാലം മുഴുവൻ കലയെ കൈവിടാതെ നിർത്തുക. കല മനുഷ്യരെ തമ്മിൽ അടുപ്പിക്കും. വളരെ മനോഹരമായി സംഘടിപ്പിച്ച ടീം ശിവൻകുട്ടിയെയും വിദ്യാഭ്യാസ വകുപ്പിനെയും അഭിനന്ദിക്കുന്നു. അതുകൊണ്ട് സംഘാടനത്തിന് A++ ഞാൻ നൽകുകയാണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ കൗമാര കലോത്സവത്തിന് തിരശ്ശീല വീണപ്പോൾ തലസ്ഥാന നഗരത്തിന്റെ നെറുകയിൽ അഭിമാനത്തിന്റെ ഒരു പൊൻതൂവൽ കൂടി. ടീം 24 തിരുവനന്തപുരം.